നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിന് പിന്നാലെ CPM-ൽ പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് അന്ത്യമാകുന്നുവെന്ന സൂചനകൾ ശക്തമാകുന്നു. ഡൽഹിയിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിപക്ഷ നേതാവാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് പിണറായി ഒഴിഞ്ഞുമാറിയത് പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള പദവി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് നൽകണമെന്ന കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് PB അംഗവും ജനറൽ സെക്രട്ടറിയുമായ MA ബേബിയും വ്യക്തമാക്കി. ഭരണവിരുദ്ധ വികാരം തിരിച്ചറിയുന്നതിൽ നേതൃത്വത്തിന് പരാജയം സംഭവിച്ചു എന്ന നിലപാടിൽ ബേബി ഉറച്ചു നിൽക്കുകയാണ്. പിണറായിയുടെ വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിയും പാർട്ടിക്ക് മേലുള്ള അമിത സ്വാധീനവുമാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന വിമർശനം PBയിൽ ഉയരാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് PB യോഗത്തിന്റെ ഔദ്യോഗിക അജണ്ടയെങ്കിലും കേരളത്തിലെ നേതൃമാറ്റം തന്നെയാകും പ്രധാന ചർച്ചാ വിഷയം. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആഗ്രഹം കേരള ഘടകത്തിലെ ഒരു വിഭാഗം പങ്കുവെക്കുന്നുണ്ടെങ്കിലും ദേശീയ നേതൃത്വത്തിന് ഇതിനോട് വിയോജിപ്പാണെന്നാണ് സൂചന. പാർട്ടിയിൽ പുതിയൊരു മുഖം വരുന്നത് കേഡർമാർക്കിടയിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുമെന്ന് ബേബി ഉൾപ്പെടെയുള്ളവർ കരുതുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി എടുത്ത പല തീരുമാനങ്ങളും പാർട്ടിയുടെ അടിത്തറ ഇളക്കിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തുടർച്ചയായ രണ്ടാം ഭരണത്തിന്റെ അഹങ്കാരം വോട്ടർമാരെ അകറ്റിയെന്നും ഇത് വരും കാലങ്ങളിൽ തിരുത്തണമെന്നും PBയിൽ ആവശ്യമുയരും. പിണറായിയുടെ മൗനം അദ്ദേഹം പാർട്ടിയിൽ പ്രതിരോധത്തിലാണെന്നതിന്റെ തെളിവായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. പിണറായിയെ കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രം ഒതുക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന നിർദ്ദേശവും സജീവമായി പരിഗണനയിലുണ്ട്. ഇതോടെ കേരളത്തിലെ CPM-ൽ വർഷങ്ങളായി തുടരുന്ന പിണറായിസം അപ്രസക്തമായേക്കും. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവെന്ന റോളിലേക്ക് ഇറങ്ങുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഗുണകരമാകില്ലെന്നാണ് MA ബേബിയുടെ പക്ഷം. പാർട്ടിയെ താഴെത്തട്ടിൽ നിന്ന് പുനഃസംഘടിപ്പിക്കാൻ പുതിയ നേതൃത്വം വേണമെന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹം. PBയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് നേതാക്കളുടെ പിന്തുണയും അദ്ദേഹത്തിന് ലഭിച്ചേക്കാം. KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കും. അതേസമയം കോൺഗ്രസിലെ അസ്വസ്ഥത രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പറ്റിയ പരിചയസമ്പത്ത് പിണറായിക്കുണ്ടെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുമുണ്ട്. പുതിയൊരു മുഖം വരണമെന്ന അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തിലുൾപ്പെടെ ചിലർക്കുണ്ട്. പിണറായി മാറിയാൽ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെയാകും പരിഗണിക്കുക. ബംഗാളിലെയും ത്രിപുരയിലെയും പതനം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ കടുത്ത നടപടികൾ വേണമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ആഗ്രഹം. ഇതിൻ്റെ ആദ്യപടിയായിട്ടാണ് പിണറായിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഡൽഹിയിൽ നിന്ന് തുടങ്ങുന്നത്. കേരള ഘടകത്തിൽ പിണറായിക്കുള്ള സർവാധിപത്യം അവസാനിപ്പിക്കുക എന്നതാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ലക്ഷ്യം. PB തീരുമാനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റും. പിണറായി വിജയൻ മാറ്റി നിർത്തപ്പെടുകയും പുതിയൊരു നേതാവ് പ്രതിപക്ഷ നിരയെ നയിക്കുകയും ചെയ്താൽ അത് CPM-ലെ പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമാകും. അതിനിടെ പാലക്കാട്ടെ CPM-ലെ ആഭ്യന്തര കലഹവും രൂക്ഷമാകുകയാണ്. ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂറിനെതിരെ പാർട്ടി സ്വീകരിച്ച അച്ചടക്ക നടപടികളിൽ പ്രതിഷേധിച്ച് വലിയങ്ങാടി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ 4 ബ്രാഞ്ചുകളിൽ നിന്നായി 24 പ്രവർത്തകരും അനുഭാവികളും കൂട്ടരാജി സമർപ്പിച്ചു. ഷുക്കൂറിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതാണ് തർക്കങ്ങൾക്ക് കാരണമായത്. പാർട്ടിയിൽ തനിക്ക് ലഭിച്ച സ്ഥാനങ്ങൾ ചിലരുടെ ഔദാര്യമാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ വേദനിപ്പിച്ചുവെന്നാണ് ഷുക്കൂർ വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് അദ്ദേഹം പാർട്ടി വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു. കൂട്ടരാജി വെച്ചവർ കണ്ണൂരിലെ നിയുക്ത MLA-യുടെ നേതൃത്വത്തിൽ പാലക്കാട് സംഘടിപ്പിക്കുന്ന വിമത കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ്. CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രവർത്തകർ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെയുണ്ടായ ഈ കൂട്ടരാജി ജില്ലയിലെ CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.